TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രിഫിത്ത് ട്രാൻസ്ഫർമേഷൻ എക്സ്പെരിമെൻ്റ് പഠിച്ചുവല്ലോ. ട്രാൻസ്ഫർമേഷൻ എക്സ്പെരിമെൻറ്റിലൂടെ ഗ്രിഫിത്ത് എന്ന സയൻറ്റിസ്റ്റ് ബാക്ടീരിയൽ ട്രാൻസ്ഫർമേഷന് കാരണമായ മെറ്റീരിയൽ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് അദ്ദേഹം വിളിക്കുകയുണ്ടായി. ആ മെറ്റീരിയലിനെ അദ്ദേഹം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് വിളിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞത് R സ്ട്രെയിൻ ബാക്ടീരിയ ട്രാൻസ്ഫോം ചെയ്തിട്ട് S സ്ട്രെയിൻ ബാക്ടീരിയ ആകുന്നു എന്ന് അദ്ദേഹം പരീക്ഷണത്തിലൂടെ തെളിയിക്കുകയുണ്ടായി. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള മെറ്റീരിയലിനെ അദ്ദേഹം വിളിച്ച പേരാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് അദ്ദേഹം വിളിച്ചത്. എന്തായിരുന്നു ഈ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ളത് തുടർന്ന് നടന്ന പരീക്ഷണങ്ങളിലൂടെ ആവറി, മെക്കാർട്ടി, മാക്ലിയോഡ് എന്നീ സയൻറ്റിസ്റ്റുമാർ എങ്ങനെയാണ് തെളിയിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കി. അവർ കണ്ടെത്തിയത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് ഗ്രിഫിത്ത് പറഞ്ഞത് മറ്റൊന്നുമല്ല, DNA ആണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നവർ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കണ്ടെത്തൽ ഉണ്ടായി എങ്കിലും ശാസ്ത്രലോകം, അന്നത്തെ ശാസ്ത്രലോകത്തെ ബയോളജിസ്റ്റുകൾ എല്ലാവരും അത് വിശ്വസിച്ചില്ല. തുടർന്ന് 1952 ഈ സയൻറ്റിസ്റ്റുമാർ, ആൽഫ്രഡ് ഹെർഷെ, മാർത്ത ചേസ് എന്ന് പറയുന്ന ഈ സയൻറ്റിസ്റ്റുമാർ ബാക്ടീരിയോഫേജ് വൈറസിൽ അവർ പരീക്ഷണം നടത്തി. എന്നിട്ട് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നവർ പ്രൂവ് ചെയ്തു. എക്സ്പെരിമെൻറ്റ്സ് ഓഫ് ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർത്ത ചേസ് proved that DNA is the genetic material. ഹെർഷെ, ചേസ് എന്ന് പറയുന്ന ഈ രണ്ട് സയൻറ്റിസ്റ്റുമാർ അവർ എക്സ്പെരിമെൻറ്റിനായിട്ട് ഉപയോഗിച്ച മെറ്റീരിയൽ എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജാണ്. ബാക്ടീരിയോഫേജ് വൈറസാണ്. ആ വൈറസിൻ്റെ, ഇതൊരു വൈറസാണ്. ബാക്ടീരിയോഫേജ് എന്നുള്ള പേര് വരാൻ കാരണം ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ആയതുകൊണ്ടാണ് ഇതിന് ബാക്ടീരിയോഫേജ് എന്നുള്ള പേര് വരാൻ കാരണം. ഈ വൈറസിൻ്റെ പ്രധാനമായിട്ടും ഉള്ള രണ്ട് ഭാഗങ്ങളെന്ന് പറയുന്നത് ഒരു DNA പോർഷൻ, ജനറ്റിക് മെറ്റീരിയലായിട്ട് DNAയും പിന്നെ ഒരു പ്രോട്ടീനും. ഇത്രയുമാണ് ഈ ബാക്ടീരിയോഫേജ് വൈറസിൻ്റെ പ്രധാനമായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. ജനറ്റിക് മെറ്റീരിയലായിട്ട് DNAയും പിന്നെ ഒരു പ്രോട്ടീൻ കോട്ടുമാണ് ഈ ബാക്ടീരിയോഫേജിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ. ഈ ബാക്ടീരിയോഫേജ് എങ്ങനെയാണ് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ബാക്ടീരിയയുടെ പുറത്ത്, ഫോർ എക്സാമ്പിൾ ഈക്കോളി ബാക്ടീരിയ ആണെങ്കിൽ ഈക്കോളി ബാക്ടീരിയയുടെ പുറത്ത് ഇത് വന്ന് അറ്റാച്ച് ചെയ്യുകയും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലായ DNAയെ ബാക്ടീരിയക്കകത്തേക്ക് കടത്തിവിടുകയുമാണ് ഈ ബാക്ടീരിയോഫേജ് വൈറസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ DNA ബാക്ടീരിയക്കകത്ത് കടന്നു കഴിയുമ്പോൾ ഇത് ബാക്ടീരിയയുടെ DNA ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ DNAയെ ബാക്ടീരിയ സ്വന്തം DNA ആയിട്ട് കണക്കാക്കും. ദ ബാക്ടീരിയൽ സെൽ ട്രീറ്റ്സ് ദ വൈറൽ ജനറ്റിക് മെറ്റീരിയൽ ആസ് ഇഫ് ഇറ്റ് വാസ് ഇറ്റ്സ് ഓൺ, അതിൻ്റെ തന്നെ സ്വന്തമാണ് എന്നുള്ള രീതിയിലാണ് അതിനെ കണക്കാക്കുന്നത്. ആൻഡ് സബ്സീക്വൻ്റ്ലി മാനുഫാക്ചേഴ്സ് മോർ വൈറസ് പാർട്ടിക്കിൾസ്. എന്നിട്ട് ബാക്ടീരിയക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വൈറസ് പാർട്ടിക്കിളിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബാക്ടീരിയയിൽ നിന്നും പുതിയ വൈറസുകൾ രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. Hershey and Chase worked to discover whether it was protein or DNA from the viruses that entered the bacteria. ആ സയൻറ്റിസ്റ്റുമാർ നടത്തിയ പരീക്ഷണം എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജ് ബാക്ടീരിയക്കകത്തേക്ക് കടക്കുമ്പോൾ ആ ബാക്ടീരിയയുടെ സെല്ലിനകത്തേക്ക് കടക്കുന്നത് വൈറസിൻ്റെ DNAയുടെ ഭാഗമാണോ അതോ വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടാണോ, ഏത് ഭാഗമാണ് ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് കടക്കുന്നത് എന്നുള്ള പരീക്ഷണമാണ് ഹെർഷയും ചേസും നടത്തിയത്. അപ്പോൾ ഇതിനു വേണ്ടി അവർ ചെയ്തത്, they grew some viruses on a medium that contain radioactive phosphorus. P32 medium എന്ന് നമുക്ക് പറയാം.
റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിലേക്ക് അവരെന്ത് ചെയ്തു? ബാക്ടീരിയോഫേജിനെ കൾച്ചർ ചെയ്തു. പിന്നെ മറ്റൊരു കൾച്ചർ മീഡിയം എടുത്തു. ആ കൾച്ചർ മീഡിയത്തിൽ റേഡിയോ ആക്റ്റീവ് സൾഫറാണ് എടുത്തത്. S35 മീഡിയം എന്നാണ് വിളിക്കുന്നത്. ഈ S35 മീഡിയത്തിലാണ് മറ്റൊരു കൾച്ചർ എടുത്തിട്ട് അതിലും അവരെന്ത് ചെയ്തു? ബാക്ടീരിയോഫേജിനെ വളർത്തി. ഇപ്പോൾ 2 മീഡിയത്തിൽ വളർത്തിയെന്ന് പറഞ്ഞു. ഒന്ന് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയം. ആ മീഡിയത്തിനെ വിളിക്കുന്ന പേര് P32 മീഡിയം എന്ന് വിളിക്കുന്നു. ഈ P32 മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോഫേജിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഈ പോർഷൻ ഈ പോർഷൻ DNA പോർഷൻ. ആ പോർഷൻ റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. DNA സംബന്ധിച്ചിടത്തോളം DNA-യുടെ ബാക്ക് ബോൺ ആണ് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ. ബാക്ടീരിയോഫേജ് അതിൻ്റെ ഗ്രോത്തിന് വേണ്ടി ഈ കൾച്ചർ മീഡിയത്തിൽ നിന്നും ഫോസ്ഫറസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഫോസ്ഫറസ് അതിൻ്റെ DNA-യുടെ ഭാഗമായിട്ട് മാറി. അപ്പം അങ്ങനെ DNA-യുടെ പാർട്ട് എന്തായിട്ട് മാറി? റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്യപ്പെട്ടു. റേഡിയോ ആക്റ്റീവ് P32 കൊണ്ട് ലേബൽ ചെയ്യപ്പെട്ടു. Viruses grown in the presence of radioactive phosphorus contained radioactive DNA, but not radioactive protein because DNA contains phosphorus but protein does not. അപ്പോൾ ഇവിടെ ഏത് പാർട്ട് മാത്രമേ റേഡിയോ ആക്റ്റീവ് ആയുള്ളൂ? DNA പാർട്ട് മാത്രമേ റേഡിയോ ആക്റ്റീവ് ആയുള്ളൂ. പ്രോട്ടീൻ ഭാഗം, ഈ ഭാഗമൊന്നും റേഡിയോ ആക്റ്റീവ് ആയിട്ട് മാറിയില്ല. കാരണം ഫോസ്ഫറസ് എന്ന് പറയുന്നത് DNA-യുടെ ഭാഗമാണ്. അതുകൊണ്ട് DNA-യുടെ ഭാഗം മാത്രമേ റേഡിയോ ആക്റ്റീവായിട്ട് മാറിയുള്ളൂ. P32 മീഡിയത്തിൽ കൾച്ചർ ചെയ്ത ബാക്ടീരിയോഫേജിൻ്റെ DNA-യുടെ പാർട്ട് റേഡിയോ ആക്റ്റീവായിട്ട് മാറി. ഇനി അടുത്ത മീഡിയമായിരുന്നു സൾഫർ മീഡിയം. അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? Viruses grown on radioactive sulfur contained radioactive protein but not radioactive DNA because DNA does not contain sulfur. എന്ത് മനസ്സിലാക്കി? റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോഫേജിൻ്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവായിട്ട് മാറി. കാരണം പ്രോട്ടീൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ്സ്. പഠിച്ചിട്ടുണ്ട്. അമിനോ ആസിഡുകളുടെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് സൾഫർ. ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ വളർത്തിയതുകൊണ്ട് ഈ ബാക്ടീരിയോഫേജിൻ്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവായിട്ട് മാറി. DNA-യിൽ സൾഫർ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ DNA പോർഷൻ റേഡിയോ ആക്റ്റീവായിട്ട് മാറിയില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഈ 2 റേഡിയോ ആക്റ്റീവ് ഫേജസിനെയും ഈക്കോളി ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിച്ചു. റേഡിയോ ആക്റ്റീവ് ഫേജസ് വെയർ അലൗഡ് ടു അറ്റാച്ച് ടു ഈക്കോളി ബാക്ടീരിയ. സൾഫർ മീഡിയത്തിൽ വളർത്തിയ റേഡിയോ ആക്റ്റീവ് ഫേജിനെയും ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയ റേഡിയോ ആക്റ്റീവ് ഫേജിനെയും ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിച്ചു. ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാകും? ഈ ഒരു സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞു, ഇൻഫെക്ഷൻ സമയത്ത് എന്താ സംഭവിക്കുക? ബാക്ടീരിയോഫേജിൻ്റെ DNA-യെ ബാക്ടീരിയോഫേജ് വൈറസിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും. അതാണ് സംഭവിക്കുക. Bacteriophage transfer its genetic material to E. coli bacteria. E. coli ബാക്ടീരിയയിലേക്ക് ബാക്ടീരിയോഫേജ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഈ സൾഫർ മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫറായി. ഇനി ഇപ്പുറത്ത് ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയലും ട്രാൻസ്ഫറായി. അപ്പോൾ ഇവിടെ നമ്മൾ കളർ കൊണ്ട് സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കാം. ഇത് റേഡിയോ ആക്റ്റീവ് അല്ല. സൾഫർ മീഡിയത്തിൽ വളർത്തിയ ഇതിൻ്റെ DNA റേഡിയോ ആക്റ്റീവ് അല്ല. ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയതിൻ്റെ DNA റേഡിയോ ആക്റ്റീവ് ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബ്ലൻറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. നേരത്തെ പഠിച്ച സ്റ്റെപ്പാണ് ഇൻഫെക്ഷൻ. അടുത്ത സ്റ്റെപ്പാണ് ബ്ലൻറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ്. ബ്ലൻറ്റിംഗ് എന്ന് പറയുന്നത് the viral coats were removed from the bacteria by agitating them in a blunter. ബ്ലൻറ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ഉപയോഗിച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? അജിറ്റേഷന് വിധേയമാക്കുന്നു. അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ്.
അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള വാഷിംഗ് മെഷീനിലൊക്കെ അതിൻ്റെ അജിറ്റേറ്റർ കറങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുന്ന എക്യുപ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ബ്ലെൻഡർ. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ഈ ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ്റെ ഫലമായിട്ട് ഈ ബാക്ടീരിയയുടെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വൈറസുകൾ അത് തെറിച്ചു പോകും. ബാക്ടീരിയയുടെ പുറത്ത് പറ്റിപ്പിടിച്ചിരുന്ന വൈറസുകൾ അതിൻ്റെ വൈറൽ കോട്ട് അത് വേർതിരിഞ്ഞു പോകും. ആ ഒരു പ്രോസസ്സിനെയാണ് ബ്ലെൻഡിങ് എന്ന് വിളിക്കുന്നത്. ബ്ലെൻഡിങ് പ്രോസസ്സ് നടക്കുമ്പോൾ ബാക്ടീരിയയുടെ പുറത്ത് നേരത്തെ പറ്റിപ്പിടിച്ചിരുന്ന വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ട് റിമൂവ് ആകും. ഇനി അടുത്ത സ്റ്റെപ്പാണ് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ഉപയോഗിച്ചിട്ട് ദ വൈറസ് പാർട്ടിക്കിൾസ് വെയർ സെപ്പറേറ്റഡ് ഫ്രം ദ ബാക്ടീരിയ ബൈ സ്പിന്നിങ് ദം ഇൻ എ സെൻട്രിഫ്യൂജ്. ഒരു സെൻട്രിഫ്യൂജിൽ ഹൈ സ്പീഡിൽ ഈ ഒരു കൾച്ചർ മീഡിയത്തിനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കുന്നു. ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു റൊട്ടേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാർട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ആ ഒരു കൾച്ചർ മീഡിയത്തിൻ്റെ ഈ ഒരു ബാക്ടീരിയ ഫേജിൻ്റെയും ഈക്കോളി ബാക്ടീരിയ ഇരിക്കുന്നതുമായിട്ടുള്ള ആ മീഡിയത്തിൽ ഒരു പാർട്ട് പിക്ചറിൽ കാണുന്നത് പോലെ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ആ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ബാക്ടീരിയൽ സെൽസ് ആയിരിക്കും. ഈക്കോളി ബാക്ടീരിയയാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. ഇനി കുറച്ച് പോർഷൻസ് ഇങ്ങനെ ഫ്ലൂയിഡ് പോർഷനായിട്ട് ഇങ്ങനെ കാണും. ആ പോർഷനെ വിളിക്കുന്ന പേരാണ് സൂപ്പർനേറ്റൻറ്റ്. അപ്പോൾ സൂപ്പർനേറ്റൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത് വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടാണ്. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗേഷൻ. ഇപ്പോൾ ബ്ലെൻഡിങ് നടത്തിയതിന് ശേഷം ആദ്യം ഇൻഫെക്ഷൻ നടത്തുന്നു. ഇൻഫെക്ഷൻ നടത്തിയപ്പോൾ ബാക്ടീരിയയ്ക്ക് അകത്തേക്ക് വൈറസ് ജനറ്റിക് മെറ്റീരിയൽ ഇൻജെക്റ്റ് ചെയ്യുന്നു. അടുത്ത് ബ്ലെൻഡിങ് നടത്തുന്നു. ബ്ലെൻഡിങ് നടത്തുമ്പോഴത്തേക്കും ബാക്ടീരിയയുടെ പുറത്ത് പറ്റിപ്പിടിച്ചിരുന്ന വൈറസ് റിമൂവ് ആകുന്നു. അടുത്ത് സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കുന്നു. സെൻട്രിഫ്യൂഗേഷൻ നടക്കുമ്പോഴത്തേക്കും ബാക്ടീരിയൽ സെല്ലും വൈറസും വേറെ വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വരുന്നു. ബാക്ടീരിയൽ സെൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാക്കി വൈറസിൻ്റെ പ്രോട്ടീൻ പോർഷൻ സൂപ്പർനേറ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. Bacteria that were infected with the viruses that had radioactive proteins were not radioactive. Bacteria that were infected with the viruses that had radioactive proteins. Radioactive proteins എന്ന് പറയുന്നത് നമ്മൾ S35 മീഡിയത്തിൽ കൾച്ചർ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ആ മീഡിയത്തിനെ സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കിയപ്പോൾ എന്താ കണ്ടത്? S35 മീഡിയത്തിൽ കൾച്ചർ ചെയ്തതിൻ്റെ സെല്ലുലാർ പോർഷനിൽ റേഡിയോ ആക്ടിവിറ്റി ഉള്ള S35 എലമെൻസിനെ കണ്ടെത്താൻ സാധിച്ചില്ല. നോ റേഡിയോ ആക്റ്റീവ് S35 ഡിറ്റക്റ്റഡ് ഇൻ സെൽസ്. ഇവിടെ സെല്ലുലാർ പോർഷനാണ്, ബാക്ടീരിയൽ സെല്ലുലാർ പോർഷനാണ് ടെസ്റ്റ് ട്യൂബിലൂടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ആ പോർഷനിലൂടെ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്താൻ സാധിച്ചില്ല. ബട്ട് റേഡിയോ ആക്റ്റീവ് S35 ഡിറ്റക്റ്റഡ് ഇൻ സൂപ്പർനേറ്റൻറ്റ്. എവിടെ കണ്ടെത്താൻ സാധിച്ചു? ഈ സൂപ്പർനേറ്റൻ്റ് പോർഷനിൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്താൻ സാധിച്ചു. കാരണം ഇത് S35 മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോ ഫേജാണ്. അപ്പോൾ അതിൻ്റെ പ്രോട്ടീൻ കോട്ടാണ് റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് സൂപ്പർനേറ്റൻ്റ് പോർഷനാണ് ഇവിടെ റേഡിയോ ആക്ടിവിറ്റി കാണാൻ സാധിച്ചത്. ഇനി മറ്റേ കൾച്ചർ മീഡിയത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴോ, ബാക്ടീരിയ വിച്ച് വാസ് ഇൻഫെക്റ്റഡ് വിത്ത് വൈറസസ് ദാറ്റ് ഹാഡ് റേഡിയോ ആക്റ്റീവ് DNA were radioactive, indicating that DNA was the material that passed from the virus to the bacteria. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുക? റേഡിയോ ആക്റ്റീവ് P32 മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയ ഫേജസിനെ സെൻട്രിഫ്യൂഗേഷൻ നടത്തിയപ്പോൾ ഏത് പോർഷനിൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടു? റേഡിയോ ആക്റ്റീവ് P32 കാണാൻ സാധിച്ചു. ഡിറ്റക്റ്റഡ് ഇൻ സെൽസ്. ബാക്ടീരിയൽ സെൽസ് ഇരുന്ന പോർഷൻസിലാണ് അവിടെ റേഡിയോ ആക്ടിവിറ്റി കണ്ടത്. സൂപ്പർനേറ്റൻ്റ് പോർഷനിൽ നോ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ സൂപ്പർനേറ്റൻ്റ്. അപ്പോൾ ഇതിൽ നിന്നും എന്താ കൺക്ലൂഡ് ചെയ്യപ്പെട്ടത്? DNA ആണ് ബാക്ടീരിയോ ഫേജിൽ നിന്നും ബാക്ടീരിയയ്ക്കകത്തേക്ക് കടന്ന സാധനം. അപ്പം അതുകൊണ്ട് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ് എന്ന് ഹെർഷെ, ചെയ്സ് എന്ന് പറയുന്ന ഈ രണ്ട് സയൻറ്റിസ്റ്റുമാർ അവർ എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നമുക്ക് ഫിഗറിലൂടെ ഒന്നുകൂടെ നോക്കാം. ഇവിടെ ബാക്ടീരിയോ ഫേജ്
പുറത്ത് റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത് S35 ലേബൽഡ് ആണ്. അതിൻ്റെ പ്രോട്ടീൻ ക്യാപ്സ്യൂൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത് P32 ആണ്. ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് റേഡിയോ ആക്റ്റീവ് ലേബൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ബാക്ടീരിയോഫേജിനെയും ഈക്കോളി ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിച്ചു. ഇൻഫെക്ഷൻ്റെ സമയത്ത് എന്താ സംഭവിക്കുക? ജനറ്റിക് മെറ്റീരിയലിനെ അതെന്ത് ചെയ്യുന്നു? ബാക്ടീരിയക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. രണ്ടിലും ജനറ്റിക് മെറ്റീരിയലിനെ ബാക്ടീരിയക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പ്രോസസ്സാണ് ബ്ലെൻഡിങ്. ബ്ലെൻഡിങ് സമയത്ത് എന്താ സംഭവിക്കുക? ബാക്ടീരിയൽ സെല്ലിൻ്റെ പുറത്ത് അറ്റാച്ച് ചെയ്തിരുന്ന ബാക്ടീരിയോഫേജിനെ അജിറ്റേഷൻ വഴി റിമൂവ് ചെയ്യുന്നു, മാറ്റിക്കളയുന്നു. സ്ട്രോങ് ആയിട്ടുള്ള അജിറ്റേഷൻ നടക്കുമ്പോഴത്തേക്കും ബാക്ടീരിയൽ സെല്ലിൻ്റെ പുറത്തു നിന്നും ഈ ബാക്ടീരിയോഫേജസ് തെറിച്ചു പോകുന്നു. ആ പ്രോസസ്സാണ് ബ്ലെൻഡിങ്. അടുത്ത പ്രോസസ്സ് എന്തായിരുന്നു? സെൻട്രിഫ്യൂഗേഷൻ. അതായത് ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സെല്ലുലാർ പോർഷൻസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു, പ്രോട്ടീൻ പോർഷൻസ് സൂപ്പർനേറ്റൻ്റ് ആയിട്ട് മാറുന്നു. അതിൽ S35 മീഡിയത്തിൽ വളർത്തിയ ബാക്ടീരിയോഫേജിൻ്റെ ഒബ്സർവേഷൻ എന്തായിരുന്നു? നോ റേഡിയോ ആക്റ്റീവ് S35 ഡിറ്റക്റ്റഡ് ഇൻ സെൽ. സെൽസിൽ റേഡിയോ ആക്ടിവിറ്റിയുള്ള S35 കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ റേഡിയോ ആക്റ്റീവ് S35 ഡിറ്റക്റ്റഡ് ഇൻ സൂപ്പർനേറ്റൻറ്റിൽ കണ്ടെത്താൻ സാധിച്ചു. ഇനി P32 മീഡിയത്തിൽ കൾച്ചർ ചെയ്ത ബാക്ടീരിയോഫേജിനെ സംബന്ധിച്ചോ? റേഡിയോ ആക്റ്റീവ് P32 ഡിറ്റക്റ്റഡ് ഇൻ സെൽസിൽ കണ്ടെത്തി. ഈക്കോളി സെൽസിനകത്ത് കണ്ടെത്തി. നോ റേഡിയോ ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് ഇൻ സൂപ്പർനേറ്റ് പോർഷനിൽ കണ്ടെത്തിയില്ല. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. അപ്പം അതിന് പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻ്റാണ് ഹെർഷെ-ചേസ് എക്സ്പെരിമെൻറ്റ്. For video lessons, please subscribe TLB's biology classes. Thank you.